യെസ്, അതാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ കൂടി രമേശ് ചെന്നിത്തല നടത്തുന്നു. 2011 UDF സർക്കാരിൽ മുഖ്യമന്ത്രി സ്ഥാനം വീതം വയ്ക്കാൻ ധാരണയുണ്ടായിരുന്നുവെന്ന പരോക്ഷ സൂചനയാണ് രമേശ് ചെന്നിത്തല പങ്കുവയ്ക്കുന്നത്. ഉമ്മൻചാണ്ടിക്കും തനിക്കും മാത്രം അറിയാവുന്ന രഹസ്യം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. ഇക്കാര്യം താൻ ആത്മകഥയിൽ വ്യക്തമാക്കുമെന്നും രമേശ് ചെന്നിത്തല പറയുന്നു. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകൾ വീണ്ടും സജീവമാകുന്നതിനിടയിലാണ് രമേശ് ചെന്നിത്തലയുടെ ഈ വെളിപ്പെടുത്തൽ എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. 2011 സർക്കാരിൽ രമേശ് ചെന്നിത്തല ആദ്യം ചേരാതിരുന്നതിനുള്ള കാരണം ഇതെന്നാണ് ചെന്നിത്തലയോട് അടുത്ത കേന്ദ്രങ്ങളുടെ നിലപാട്. സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. പക്ഷെ അങ്ങനെ അവസരം കൊടുത്ത് അവരെ കൊണ്ടുവന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ചത് നിലവിലെ പ്രതിപക്ഷ നേതാവാണ്. ഇപ്പോൾ സമീപകാലത്തെ ഈ തെരഞ്ഞെടുപ്പ് ബൈ ഇലക്ഷൻ വിജയങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ക്രെഡിറ്റ് ആയിട്ടാണ് കൂടുതലും കണക്കാക്കുന്നത്. കാരണം അദ്ദേഹമാണ് ഈ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ആ രീതിയിലുള്ള കടുംപിടുത്തങ്ങൾ പ്രയോഗിച്ചതുമൊക്കെ. ആ തോൽവി സംഭവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിനെതിരെ വരികയും ചെയ്യുമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് അദ്ദേഹം തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെക്കുന്നു എന്നുകൂടി ഉണ്ടല്ലോ. അപ്പോൾ ഈ സമീപകാലത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം തന്നെ നയിക്കട്ടെ എന്ന രീതിയിലേക്ക് ഹൈക്കമാൻഡ് പോകുമല്ലോ. അങ്ങനെയാണല്ലോ, ജയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാണല്ലോ എപ്പോഴും പ്രയോറിറ്റി. അങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ അങ്ങനെ വരട്ടെ, ഞങ്ങളെല്ലാവരും പ്രവർത്തിക്കുക. അതിനപ്പോൾ ആർക്കാ തർക്കമുള്ള ഇവിടെ? പാർട്ടി ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനത്തെ ആരെ എതിർക്കാൻ പോകുന്നത്? ആരും എതിർക്കില്ല. ഈ ഹൈക്കമാൻഡ് ഏത് തീരുമാനം എടുക്കുമെന്ന് എപ്പോഴും പറയുമ്പോഴും ഈ ഹൈക്കമാൻഡാണ് ഈ പൊല്ലാപ്പ് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണല്ലോ 4 വർഷവും താങ്കൾക്ക് ഒരു പിണക്കവും എനിക്കില്ലാതെ ഞാൻ പാർട്ടിയിൽ എൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയല്ലോ എന്ന് പറയേണ്ടി വന്നത്. മറ്റൊരാളായിരുന്നുവെങ്കിൽ മറ്റൊരു രീതിയിലായിരിക്കും പ്രതികരിച്ചേനെ എന്ന്. അപ്പോൾ അവിടെ ഹൈക്കമാൻഡിനോട് തെറ്റുപറ്റിയത് കൊണ്ടല്ലേ 2021? അല്ല, ഇതിന് മുമ്പാണെങ്കിലും ഞാൻ എപ്പോഴും അങ്ങനെയാണ്, പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുന്ന ആളാണ്. ഞാൻ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൽ ഞാൻ 2.5 വർഷം ചേർന്നില്ല. എനിക്ക് വേണമെങ്കിൽ ചേരാമായിരുന്നു. അതിന് എനിക്ക് എൻ്റേതായ കാരണങ്ങളുണ്ട്. അത് ഞാൻ ഇതുവരെ പുറത്ത് പറയാത്തൊരു കാര്യം, ഇപ്പോഴും പറയുന്നില്ല. അപ്പോൾ അധികാരമല്ല വലുത്. ഞാൻ ഒരിക്കലും അധികാരത്തിൻ്റെ പിന്നാലെ പോകാത്ത ഒരാളാണ്. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഈ ഇത്രയും കാലത്തിൻ്റെ ജീവിതത്തിനിടയിൽ ആകെ മന്ത്രിയായിരിക്കും ആദ്യം ഒരു 10 മാസവും 2.5 വർഷമാണ്. ഞാൻ അധികാരത്തിന് വേണ്ടി കടിപിടി കൂട്ടിയ ചരിത്രം ഒരിടത്തും ആർക്കും പറയാൻ കഴിയില്ല. അതൊക്കെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ്. പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അതിനുവേണ്ടി ചെയ്യാവുന്നതിൻ്റെ പരമാവധി നമ്മൾ ചെയ്യും. നാളെയാണ് ഞാൻ ചെയ്യും. ഞാൻ ചില കേന്ദ്രങ്ങളിൽ നിന്ന് അറിഞ്ഞ ഒരു വിവരം കൂടിയാണ്. താങ്കൾക്ക് വേണമെങ്കിൽ മുഖ്യമന്ത്രി ആകണമായിരുന്നുവെങ്കിൽ 2014 തന്നെ മുഖ്യമന്ത്രി ആകാമായിരുന്നു. അത് കഴിഞ്ഞ കാര്യമല്ലേ, ഇപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ട. അല്ല, ആണോ ഇല്ലയോ എന്നുള്ളതാണ്. കാരണം അതൊരു രാഷ്ട്രീയ അവിടെയും ഇവിടെയും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം. ഞാൻ ആത്മകഥ എഴുതുമ്പോൾ പറയാം. അപ്പോൾ താങ്കൾ നിഷേധിക്കുന്നില്ല ഇത്? ഞാൻ ഒന്നും നിഷേധിച്ചില്ല. നിങ്ങൾ പറഞ്ഞ എന്തായാലും നിഷേധിച്ചു. ഞാൻ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയാം. കാരണം 2011 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുമ്പോൾ അവിടെ ഒരു 2014 അവിടെ ഒരു അധികാരമാറ്റം ഉണ്ടാകാം എന്നുള്ള ഒരു വാക്കാൽ ധാരണയുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഞാൻ കമൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. അത് ഞാൻ പറയും, ഒരു കാലത്ത് പറയും. ഞാൻ ഇപ്പോൾ അല്ല, എല്ലാവരോടും ഞാനതാണ് പറഞ്ഞത്. ഇപ്പം എനിക്ക് പറയും. അപ്പോൾ അങ്ങനെ ഒരു ധാരണ എന്തുകൊണ്ട് 2.5 വർഷം ഞാൻ മന്ത്രിയായില്ല എന്നുള്ളത് ഇപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ ഒരു നിഗൂഢമായ കാര്യമാണ്. ഉമ്മൻചാണ്ടി മരിച്ചുപോയി, പിന്നെ എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതിപ്പോൾ ഞാൻ പറയാൻ തയ്യാറില്ല. അല്ല, അത് ഉമ്മൻചാണ്ടിയും താങ്കളും തമ്മിൽ മാത്രം നടന്ന ഒരു ആശയവിനിമയമാണോ? ശരി, വേറെ ജാതകത്തിൽ ശരി. അപ്പോൾ എന്തായാലും താങ്കൾ ആ 10 വർഷം മുമ്പേ മുഖ്യമന്ത്രി ആകാമായിരുന്നു എന്നുള്ള കാര്യം നിഷേധിക്കുന്നില്ല. അതാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹം സസ്പെൻസ് നിലനിർത്തുകയാണ്. ഒപ്പം തന്നെ ആ വെളിപ്പെടുത്തലിന്റെ പൂർണ്ണതയിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്യുന്നില്ല. ജനകീയ വിഷയങ്ങൾ കൊണ്ടുവരുന്നതിലും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതിലും ഇന്നും തനിക്ക് കഴിയുന്നുണ്ടെന്ന് കൂടി രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്. സർക്കാരിന്റെ അഴിമതിയും പാളിച്ചുകളും തുറന്നു കാട്ടാൻ പാർട്ടിയിൽ നിന്ന് പിന്തുണ കിട്ടിയില്ലെങ്കിലും ഒറ്റയാൾ പോരാട്ടം തുടരുമെന്നാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നത്. താങ്കൾ 2016-21 കൊണ്ടുവന്ന അത്രയും അതിൽ പകുതിയെങ്കിലും ചെയ്യാൻ 2021-25 കാലഘട്ടത്തിൽ കോൺഗ്രസിനും UDF-നും കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ആരുടെ പരാജയമാണത്? അതാണ് ജനങ്ങൾ ചോദിക്കുന്നത്. സംസ്ഥാന സർക്കാർ പരാജയമാണ്, പക്ഷെ പ്രതിപക്ഷം അതിനേക്കാൾ പരാജയമാണല്ലോ എന്ന്. എന്നൊരു അഭിപ്രായം എനിക്കില്ല. അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ താങ്കൾ ഏറ്റവും അവസാനം കൊണ്ടുവന്ന ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്, കാർബോണ്ടം അഴിമതി എന്നുള്ള കാര്യം. അതിന് എന്ത് പിന്തുണയാണ് UDF-ൽ നിന്നും കോൺഗ്രസിൽ നിന്നും കിട്ടിയത്? അല്ല, ആ അഴിമതി അതുകൊണ്ടില്ല, അഴിമതി ആവാതിരിക്കുന്നില്ലല്ലോ. അഴിമതിയാണ് ഇപ്പോഴും ഞാൻ എൻ്റെ പേരിലുള്ള എൻ്റെ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. BOT അടിസ്ഥാനത്തിൽ ഒരു കമ്പനിക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ചുമതല കൊടുത്ത് 30 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഡിസംബർ 30 കഴിഞ്ഞതാണ്. ഇപ്പോഴും അനധികൃതമായി അവർ കാർബോറാണ്ടം കമ്പനി ഇപ്പോഴും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു.
അവർ കൊള്ളലാഭം എടുക്കുന്നു. എന്നിട്ട് ഇവിടെ ആരും മിണ്ടുന്നില്ല, ഗവൺമെൻറ്റും മിണ്ടുന്നില്ല. ഒരു മന്ത്രി ഉണ്ടല്ലോ, ഗവൺമെന്റും മിണ്ടുന്നില്ല, പ്രതിപക്ഷവും മന്ത്രി മിണ്ടുന്നില്ല. മിണ്ടിയിട്ടുണ്ടോ? മന്ത്രി ഒരു അക്ഷരം പറയുന്നില്ലല്ലോ. ഇതിൽ മന്ത്രി ഉണ്ടോ? അപ്പോൾ താങ്കളുടെ ആ പോരാട്ടം തുടരും? ഒരു സംശയവുമില്ല, തുടരും. പക്ഷെ അതൊരു ഒറ്റയാൾ പോരാട്ടമാണ്. അത് സാരമില്ല. അതിന് ജനങ്ങൾക്ക് വേണ്ടി പോരാടാൻ കൂട്ടായിട്ട് വേണമെന്നൊന്നുമില്ല, ഒറ്റയ്ക്കും പോരാടാം. ഈ കോൺഗ്രസ് പോലെയുള്ള പ്രസ്ഥാനത്തിൽ നിന്ന് ഒറ്റയ്ക്ക് പോരാടേണ്ട എന്ത് അവസ്ഥയാണുള്ളത്? കാരണം അങ്ങനെയല്ലല്ലോ വേണ്ടത്. അതിന് അത് നിങ്ങളുടെ ഒരു വിലയിരുത്തലല്ലേ. ഒറ്റയ്ക്ക് പോരാടിയാലും കുഴപ്പമൊന്നുമില്ല. എല്ലാ സാമുദായിക നേതാക്കളുടെയും ഘടകകക്ഷികളുടെയും പിന്തുണ ഉറപ്പാക്കുന്നത് വഴി തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് നടപ്പാക്കാൻ തനിക്കും കഴിയുമെന്ന് രമേശ് ചെന്നിത്തല കരുതുകയാണ്. NSSനോട് മാത്രമല്ല എല്ലാവരോടും ഒരേ സമയം അടുക്കാൻ കഴിഞ്ഞു. തന്റെ മേൽ അടിച്ചേൽപ്പിച്ച നായർ ബ്രാൻഡ് ഇപ്പോൾ ഇല്ലെന്നും ചെന്നിത്തല കരുതുന്നു. ഇപ്പോൾ പഴയ ഒരു പ്രശസ്തമായ ഒരു താങ്കളുടെ ഒരു വാചകമുണ്ട്, എന്നെ ഒരു നായർ ബ്രാൻഡാക്കുന്നു എന്നുള്ള കാര്യം. ഞാൻ ആ ഇന്റർവ്യൂ കേട്ട് എനിക്ക് അതൊരു പുതിയൊരു വാക്കായിട്ട് കേരള രാഷ്ട്രീയത്തിൽ വന്നതാണ്. മാറിയോ അത് പൂർണ്ണമായിട്ടും? തീർച്ചയായിട്ടും മാറി. ഇപ്പം അങ്ങനെ ബ്രാൻഡില്ല. അത് കൊണ്ടുവന്ന ആരാന്ന് എനിക്കറിയാം, അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം ഞാൻ പറയുന്നത് എന്നെ അങ്ങനെ ബ്രാൻഡ് ചെയ്യാൻ കഴിഞ്ഞ 11 വർഷക്കാലം NSSുമായിട്ട് എനിക്ക് നല്ല ബന്ധമല്ലായിരുന്നു. പക്ഷെ ഞാനത് രാജ്യത്തൊട്ടാകെ നടന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ എൻ്റെ നിലപാടിൽ അതുപോലെ ആരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്തുമില്ല. ഈ 11 വർഷം NSS നേതൃത്വമായിട്ട് ഞാൻ 11 വർഷം അകന്നു നിന്നപ്പോൾ ഒരാളും എന്നെ അപ്രീഷിയേറ്റ് ചെയ്തില്ല. എന്നെ ആ സമയം എന്നെ ഒരു യോഗത്തിന് വിളിച്ചപ്പം ആളുകളെല്ലാവരും കൂടി അഭിപ്രായം പറയാൻ തുടങ്ങി. അതായത് മതസാമുദായിക സംഘടനകളുടെ തിണ്ണ നിരങ്ങാൻ പോകുന്നു അല്ലേ? അതൊക്കെ ആരാ നിരങ്ങുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പം ആരാണ്? അല്ല, എല്ലാ രാഷ്ട്രീയക്കാരും നിരങ്ങുമല്ലേ ഇപ്പം. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ നിരങ്ങല്ലേ. ഇതിനെ ഈ കാര്യത്തിൽ LDF കൊണ്ട് കെട്ടാൻ നോക്കുന്നത് അതെല്ലാം LDF ആണെങ്കിലും UDF ആണെങ്കിലും എല്ലാ സമുദായ നേതാക്കളെയും ഒരുമ കൊണ്ടുപോകാനാണ് നോക്കുന്നത്. അതിന് നല്ലൊരു പേരും കൊടുക്കും, സോഷ്യൽ എഞ്ചിനീയർ. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, കോൺഗ്രസ് എല്ലാ കാലത്തും എല്ലാ സമുദായങ്ങളെയും ഒരുമിപ്പിച്ച് നിർത്തും. അതാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത. ഇൻക്ലൂസീവാണ്. ഇവിടെ ആരെയും പുറത്താക്കത്തില്ല. ചെറുതോ വലുതോ എല്ലാ സമുദായങ്ങളെയും ഒരുമിച്ച് നിർത്തും. യെസ്, രമേശ് ചെന്നിത്തല സുപ്രധാനമായ ചില നിലപാടുകളാണ് എടുക്കുന്നത്. കോൺഗ്രസിൽ തർക്കങ്ങളില്ല, മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച് തർക്കമില്ലെന്ന പരസ്യമായ അവകാശവാദത്തിനിടയിൽ ഇക്കാര്യങ്ങൾ കൂടി പറഞ്ഞു വെക്കാൻ രമേശ് ചെന്നിത്തല ശ്രമിക്കുന്നു. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, മഞ്ജുഷ് ഗോപാലിനോട് 2 ദിവസം മുമ്പാണ് ഇക്കാര്യങ്ങൾ രമേശ് ചെന്നിത്തല സംസാരിക്കുന്നത്. അതിനുശേഷം KPCCയുടെ നേതൃയോഗം ചേരുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ ചേർന്ന നേതൃയോഗത്തിൽ ഇനി പരസ്യവിവാദങ്ങളിലേക്ക് പോകണ്ട എന്നൊരു പൊതുധാരണ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും രമേശ് ചെന്നിത്തല തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ന്യൂസ് 18നോട് പങ്കുവെച്ച് കഴിഞ്ഞു. രമേശിൻ്റെ വാക്കുകൾ പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, മുമ്പ് 2021 ആരെയും ഉയർത്തി കാട്ടിയിട്ടില്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്, പിന്നെ എന്തിന് ഈ ചർച്ച എന്നത് അദ്ദേഹം സതീശനെ ലക്ഷ്യമിടുന്നതാണ്. മറ്റൊന്ന്, താൻ 2011 തന്നെ മുഖ്യമന്ത്രിയാവാൻ യോഗ്യനായിരുന്നു, അന്നൊരു ധാരണയുണ്ടായിരുന്നു, തനിക്കന്ന് നീതി നിഷേധിക്കപ്പെട്ടവനാണ് എന്ന കാര്യം കൂടി പറയുമ്പോൾ ഇതിൻ്റെ എല്ലാം ആത്യന്തികമായ ഉള്ളടക്കം രമേശ് ചെന്നിത്തലയുടെ ലക്ഷ്യം വരുന്ന സർക്കാരിൽ മുഖ്യമന്ത്രിയാവുക എന്നത് തന്നെയല്ലേ? എന്താണ് രമേശിൻ്റെ നീക്കങ്ങൾ, ഈ രാഷ്ട്രീയം? സജിത്ത്, 2011 അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടി സർക്കാരിനും 2025 ഇടയിൽ ഈ 15 വർഷത്തിനിടയിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലുണ്ടായ കയറ്റിറക്കങ്ങളുടെ അല്ലെങ്കിൽ ഇതുവരെ പുറം ലോകത്തോട് വെളിപ്പെടുത്താതിരുന്ന പല വൈകാരികമായ സന്ദർഭങ്ങൾ കൃത്യമായി കോർത്തിണക്കിക്കൊണ്ടാണ് രമേശ് ചെന്നിത്തല ന്യൂസ് 18 2 ദിവസം മുമ്പ് ഈ അഭിമുഖം നൽകിയിരിക്കുന്നത്. അവിടെ എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം, 2011 ഉമ്മൻചാണ്ടി സർക്കാരിൽ എന്തുകൊണ്ട് രമേശ് ചെന്നിത്തല ആ സർക്കാരിന്റെ ഭാഗമായി ആദ്യം എത്തിയില്ല എന്നത് വലിയ തരത്തിൽ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഒരുപക്ഷെ NSSുമായി അകലുന്ന തരത്തിലേക്ക്, താക്കോൽ സ്ഥാന വിവാദത്തിലേക്ക് വരെ വഴി തുറന്നത് ഈ രമേശ് ചെന്നിത്തല എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആദ്യഘട്ടത്തിൽ ഭാഗമാകുന്നില്ല, അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊരു ചോദ്യം അപ്പോൾ മുതൽ ഉയർന്നു കേട്ടതാണ്. അതിനുള്ള വളരെ വ്യക്തമായ ഒരു ഉത്തരം അദ്ദേഹം പറയുന്നുണ്ട്. തനിക്കും ഉമ്മൻചാണ്ടിക്കും ഹൈക്കമാൻഡിന്റെ പ്രതിനിധിക്കും മാത്രം അറിയാവുന്ന ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യം താൻ തന്റെ ആത്മകഥയിലൂടെ വ്യക്തമാക്കുമെന്നാണ് ചെന്നിത്തല പറഞ്ഞു വെക്കുന്നത്. എനിക്ക് തോന്നുന്നു നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഓഫ് റെക്കോർഡിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അന്ന് തന്നെ, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അവസാന വർഷങ്ങളിൽ ഒരുപക്ഷെ ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കാം എന്ന ഒരു ഉറപ്പായിരുന്നു ഉമ്മൻചാണ്ടിക്കും ചെന്നിത്തലയ്ക്കും ഈ ഹൈക്കമാൻഡ് പ്രതിനിധിക്കും ഇടയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു കാര്യം അന്ന് പാലിക്കപ്പെട്ടില്ല. അതിന്റെ
വൈകാരികമായ വേദന തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നത്. ശരി, എന്തായാലും ഡാൻ. അദ്ദേഹത്തിന്റെ ആത്മകഥ വൈകാതെ പുറത്തിറങ്ങും. അതിൽ ഈ കാര്യം വ്യക്തമായി പരാമർശിക്കുമെന്നാണ് അദ്ദേഹം. യെസ്, ഡാനിലേക്ക് ഞാൻ വരാം. അഡ്വക്കേറ്റ് ജയശങ്കർ നമുക്കിപ്പോൾ ഉണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, രമേശ്